അങ്ങനെ രാജ്യം മൊത്തം കലാപം അഴിച്ചുവിടാൻ ശ്രമിച്ച പാർട്ടികളുടെ ദില്ലി സമരം അവസാനിച്ചിരിക്കുന്നു. അവരാവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണം എന്നുള്ള ഒരാവശ്യം. എങ്കിലേ അവർ സമരം പിൻവലിക്കുകയുള്ളൂ എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. പിന്നെ അവരതിനിടയ്ക്ക് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. കാശ്മീരിൻ്റെ പിൻവലിച്ച 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കണം. പിന്നെ ഉമർ ഖാലിദ് അതുപോലെ 2-3 രാജ്യദ്രോഹത്തിന് ഈ രാജ്യം കത്തിക്കാൻ ശ്രമിച്ച 2-3 കക്ഷികൾ ജയിലിൽ കിടക്കുന്ന അവരെ മോചിപ്പിക്കണം എന്നുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് അവർ അതിൽ വലിയ ബലം പിടിക്കാതെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ തന്നെ അവർ സമരം പിൻവലിച്ചു. അങ്ങനെ അവർ രാജ്യം മൊത്തവും കലാപത്തിലേക്ക് തള്ളിവിടാനുള്ള അവരുടെ ആ നീക്കം അങ്ങനെ പൊളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കഴിയുമ്പോൾ എനിക്ക് തോന്നി അയ്യേ ഇതെന്തൊരു നാണം കെട്ട പരിപാടിയായിപ്പോയി. കുറേ രാജ്യദ്രോഹികൾ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ജൻസി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച അവന്മാർക്ക് വഴങ്ങി മന്ത്രി രാജിവെച്ചല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായി. ഇത്ര കഴിവുകെട്ട ആളാണോ പ്രധാനമന്ത്രി എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. പിന്നീട് ചിന്തിച്ചപ്പോഴാണ് എനിക്കൊരു തോന്നലുണ്ട്. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. എനിക്ക് എൻ്റെ ചിന്താഗതി എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതായത് ഇപ്പോൾ സുപ്രധാനമായ ചില ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പദ്ധതി അത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡീലിമിറ്റേഷൻ മണ്ഡലങ്ങളുടെ ഇതൊക്കെ ഉദ്ദേശിച്ചുള്ള ബില്ലുകൾ കൊണ്ടുവരാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമരം കാരണം ഈ രാജ്യദ്രോഹികൾക്കൊപ്പം തന്നെയായിരുന്നു കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും എല്ലാം തന്നെ. ഈ പേരും പറഞ്ഞ് സമരത്തിൻ്റെ പേരും പറഞ്ഞ് ഇവർ പാർലമെൻറ്റ് സ്ഥിരമായി അങ്ങ് ബഹളത്തിൽ മുക്കി പാർലമെൻറ്റ് നടപടികൾ എല്ലാം തന്നെ ഇവർ മുടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഒന്ന് ശമിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ഈ ഉദ്ദേശിക്കുന്ന ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ. അതായത് ഇതിനെല്ലാം നിയമ ഭേദഗതി വേണമല്ലോ. അത് ഉദ്ദേശിച്ചായിരിക്കാം പ്രധാനമന്ത്രി ഈ രാജ്യവിരുദ്ധരുടെ ഈ ആവശ്യത്തിന് വഴങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാം അടിച്ചൊതുക്കേണ്ട സമരം തന്നെയായിരുന്നു നടത്തിയത്. ഒരു ദാക്ഷിണ്യവും കൂടാതെ തല്ലി ഒതുക്കേണ്ട സമരം തന്നെയായിരുന്നു ഡൽഹിയിൽ ഈ വിദ്യാർത്ഥികളുടെ പേര് പറഞ്ഞ് അവർ നടത്തിയത്. ഈ പാർട്ടികളുടെ നേതാവ് അഭിജിത്ത് ദീപ്കെ ഏത് വിദ്യാർത്ഥിയാണ്? വിദ്യാർത്ഥിയല്ല. അവരോടൊപ്പം കൂടി ഖാലിസ്ഥാനികൾ എന്ത് വിദ്യാർത്ഥിയാണ്? ഈ CPM-ഉം കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ അവർ വിദ്യാർത്ഥികളുടെ പേര് പറഞ്ഞ് ഈ പ്രശ്നം ഇളക്കി വിട്ടിട്ട് രാജ്യത്ത് അശാന്തി സൃഷ്ടിച്ചിട്ട് മുതലെടുക്കാനായിരുന്നു ശ്രമിച്ചത് എന്നുള്ളത് നമ്മൾക്കറിയാം. ഇതിനൊരു ശമനത്തിന് വേണ്ടിയായിരിക്കാം നരേന്ദ്രമോദി അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവരുടെ ഒരു ആവശ്യവും കൂടെ ഉണ്ട്. ഈ അക്രമം കാണിച്ചവർക്കെതിരെ കേസ് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത്രേ അവർ FIR-ൻ്റെ കോപ്പി അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതെന്തിനാണ് അവർക്ക് FIR-ൻ്റെ കോപ്പി കൊടുക്കുന്നത്? ഇവരുടെ പേരിലുള്ള കേസ് എന്തിനാണ് പിൻവലിക്കുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവൻ്റെ ഒന്നും പേരിൽ എത്രയോ പോലീസുകാരെ അവർ അതിക്രൂരമായി അവർ ഉപദ്രവിച്ചു. എത്ര പോലീസുകാർ 153 പോലീസുകാർക്കോ മറ്റോ പരിക്ക് പറ്റിയിട്ടുണ്ട്, നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവർ തീരെ നിവൃത്തിയില്ല. എന്നിട്ടും പോലീസുകാർ തിരിച്ച് ഈ കലാപകാരികളെ
ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല. കേന്ദ്രത്തിൻ്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു, പോലീസ് നടപടിയൊന്നും വേണ്ട. പക്ഷേ കുറേ വിദ്യാർത്ഥികൾക്ക് തല്ല് കൊടുക്കേണ്ടി വന്നു. എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക. ബാരിക്കേഡ് അപ്പുറത്ത് കടന്ന് അക്രമം നടത്താൻ ശ്രമിച്ചവരെ പോലീസുകാർ അടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഒട്ടും കുറഞ്ഞിട്ടേ ഉള്ളൂ, കൂടിപ്പോയിട്ടില്ല. അതും നമുക്കറിയാം. അങ്ങനെയല്ലായിരുന്നു അവരെ ചെയ്യേണ്ടത്. ഇത് സമരം കഴിഞ്ഞ് രാജിവെച്ചു, അവർ സമരം നിർത്തുകയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത്? ഈ ബാരിക്കേഡ് മറിച്ചിടുന്നു, അത് തല്ലിപ്പൊളിക്കുന്നു, എന്തെന്ത് നാശങ്ങളാണ് ഇവർ കാണിച്ചത്. ഇത് അപ്പോൾ വിദ്യാർത്ഥി സമരമായിരുന്നു. ഇവർ അതിൽ കാണിച്ചത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവർക്ക് കലാപം നടത്താനുള്ള അവസരം നഷ്ടപ്പെട്ടല്ലോ. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്നായിരുന്നു ഇവർ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷ അസ്ഥാനത്തായതിൻ്റെ ആ നിരാശയും ദേഷ്യവും തീർത്തതാണ് ആ ബാരിക്കേഡിനോടും മറ്റ് വസ്തുവകളോടും. അതൊരിക്കലും നമ്മൾ അത് കുറ്റകൃത്യം അല്ല എന്ന് കൂട്ടാൻ കഴിയുകയില്ല. അതേപോലെ തന്നെ ഒരു പെങ്കൊച്ച് പറയുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കേൾക്കുക. रेजिग्नेशन देंगे धर्मेंद्र प्रधान या नहीं? ऑनेस्टली जब तक मोदी है मुझे तो नहीं लगता तब तक मिलेगा. मैं तो चाहती हूँ मोदी को भी गोली मार दो. सही में मैं तो मार भी दूंगी. मतलब आप प्राइम मिनिस्टर के लिए ऐसी बात बोल रहे हो, मोदी को गोली मार? कुछ हुआ भी है? नहीं नहीं. आप जो बोल रहे हो आपको उसकी अकाउंटेबिलिटी लेनी पड़ती है. तो मैं तो ले लूंगी, वो लेते हैं. आपने ये देखो, ഈ സമരത്തിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്നത്. പ്രധാനമന്ത്രിയെ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വെടിവെച്ച് കൊല്ലുമെന്ന്. ഇത്തരം പ്രവർത്തകൾ നടത്തി ഇത്തരം ക്രിമിനലുകളെ വെറുതെ കേസെടുക്കാതെ വെറുതെ വിടുകയാണ് ചെയ്യേണ്ടത്. ആ പെൺകുട്ടിയെ ഉൾപ്പെടെ പിടിച്ചകത്ത് ആക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് കേന്ദ്ര സർക്കാർ ഇനി മുന്നോട്ട് എടുക്കേണ്ട നടപടികൾ. നാളെ എങ്ങാണ്ട് വിദ്യാർത്ഥികളെ തല്ലി ചതച്ചു എന്നും പറഞ്ഞ് ആരോ കേസ് കൊടുത്തു. അത് നാളെ സുപ്രീം കോടതിയിൽ നാളെ മറ്റോ ആണെന്ന് തോന്നുന്നത് എടുക്കുമെന്ന് പറയുന്നു. ആ എടുക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാട് തന്നെ കോടതിയിൽ സ്വീകരിക്കണം, കോടതിയെ അറിയിക്കണം. ഈ കലാപത്തിന് ശ്രമിച്ച് ഇത്ര അക്രമം കാണിച്ചവർക്കെതിരെയുള്ള നടപടികൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, അക്രമികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്ന് തന്നെ ഉള്ള നിലപാടായിരിക്കണം കോടതിയെ കേന്ദ്ര സർക്കാർ അറിയിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇതുപോലെ അക്രമികളായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ പഠിക്കത്തുള്ളൂ. തങ്ങളുടെ മക്കളെ അക്രമത്തിന് വേണ്ടി ഡൽഹിയിൽ അയച്ചപ്പോൾ ഇവർ ചിന്തിക്കണമായിരുന്നു ഇത് ശരിയല്ല എന്നുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കുട്ടികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ വേണം ഈ മാതാപിതാക്കൾക്ക്, ഈ മക്കളെ കലാപത്തിനയച്ച മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട മറുപടി. സർക്കാർ ഒട്ടും അമാന്തം കാണിക്കാൻ പാടില്ല, അതിൽ നിന്ന് പിന്നോട്ട് പോകാനും പാടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ, വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഈ കലാപത്തിന് പിന്നിലുള്ളത്, കലാപശ്രമത്തിന് പിന്നിലുള്ളത്, ഈ സമരത്തിന് പിന്നിലുള്ളത്. സമരത്തിലൂടെ കലാപം നടത്തിയാൽ രാജ്യത്ത് അശാന്തി സൃഷ്ടിക്കാം. രാജ്യത്ത് അശാന്തി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ വിദേശത്തു നിന്ന് നമ്മുടെ രാജ്യത്ത് നിക്ഷേപം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന രാജ്യങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്നൊക്കെയായിരുന്നു ഈ അഭിജിത്ത് ദീപ്കെ ഉൾപ്പെടെയുള്ളവരുടെ ചിന്താഗതി. അത് നമ്മൾ കണ്ടതാണ്. ഈ അഭിജിത്ത് ദീപ്കയ്ക്ക് വേണ്ടി കെജ്രിവാളും ഒക്കെ ശക്തമായി രംഗത്തിറങ്ങി, രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങി, MA ബേബി രംഗത്തിറങ്ങി, ഇവരെല്ലാം രംഗത്തിറങ്ങി. ഈ ദീപ്കെ ആരാണ്? ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവാണ്. അയാളാണ് വിദ്യാർത്ഥിയുടെ വേഷമണിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥി സമരം എന്ന പേരിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. ഇവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. അഭിജിത്ത് ദീപ്കയുടെ പേരിൽ ഇതിനു മുമ്പുള്ള ആ ഒരു ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ പുറത്തെടുത്ത് ശക്തമായ നടപടികളുമായിട്ട് രാജ്യം മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. രാജ്യം ഭരിക്കുന്ന സർക്കാരും അതിന് വേണ്ടിയാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. ഇനിയൊരിക്കലും ഇതേപോലെ നമ്മുടെ നാട്ടിൽ കലാപം നടത്താൻ ആരും തുനിയരുത് എന്ന് ഉള്ള ഒരു
വ്യക്തമായ സന്ദേശമായിരിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അതാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള നടപടികളാണ് പ്രതീക്ഷിക്കുന്നതും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങളൊന്ന് സഹായിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.